ഹായ് മക്കളെ, ജെഇ എക്സാം ഒക്കെ കഴിഞ്ഞു, മെയിൻസ് കഴിഞ്ഞു, അഡ്വാൻസിലേക്ക് പോകാൻ വേണ്ടി പോവാണ്. അപ്പോൾ അടുത്ത വർഷത്തെ ജെഇ എക്സാമിന് തയ്യാറെടുക്കുന്ന +2 വിദ്യാർത്ഥികൾ ഉണ്ടാകാം, ഇനി റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകും. +2 കഴിഞ്ഞ് അവർക്കായിട്ടൊരു ഹോണസ്റ്റ് ഡിസ്കഷനാണ് ജെഇ മാത്സിനെ കുറിച്ചും. കാര്യം നമ്മുടെ കൂടെ ഉള്ളത് വേറെ ആരുമില്ല, നമ്മുടെ സ്വന്തം ഇക്ബാൽ സാറാണ്. അപ്പോൾ മാത്സിനെ കുറിച്ച് ഒരുപാട് ഡിസ്കഷൻ നടന്നൊരു വർഷവും കൂടിയാണ്. ഇപ്പോൾ +1 മാത്സ് ഡിഫിക്കൽട്ട് ആയപ്പോൾ കുറേ ദിവസങ്ങളിൽ മാത്സിനെ കുറിച്ച് ഡിസ്കഷൻ നടന്നു. അപ്പം ജെഇ മാത്സിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട്, വളരെ ഹോണസ്റ്റ് ആയിട്ട് എന്താണ് അതിലുള്ളത്, അതായത് എന്തുകൊണ്ടാണ് അത് ഡിഫിക്കൽട്ടാണെന്ന് പറയുന്നത്, എങ്ങനെ അതിന് തയ്യാറെടുക്കണം, അതിന് നമ്മുടെ കയ്യിൽ എന്തൊക്കെയാണ് വഴികളുള്ളത്, ഇതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷൻ ആയിരിക്കും ഈ ഒരു സെഷൻ എന്ന് പറയുന്ന. ഇക്ബാൽ സാർ, അപ്പം നമുക്ക് തുടങ്ങിയാലോ? യെസ് സാർ. സാർ, ആദ്യം തന്നെ ഇപ്പം നമ്മൾ +1 +2 ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്നു. അപ്പോൾ NCERT ആണ്. ഇതേ NCERT തന്നെയാണ് ഇപ്പം നീറ്റ് ആയാലും ജെഇ ആയാലും. ഇപ്പം രണ്ടിനും ഒരേ സിലബസ് ആയി. ഇപ്പം നീറ്റിനും ജെഇക്കും ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എക്സാക്ട് സിമിലർ സിലബസ് ആയി. അപ്പോൾ അതേ ചോദ്യങ്ങൾ തന്നെയാണ് വരുന്നത് ഫിസിക്സും കെമിസ്ട്രി എന്ന് പറയുന്നത്. പക്ഷേ മാത്സ് ഞാൻ സാറിനോടൊപ്പം പറയുമ്പോഴും സാർ പറയും ഇപ്പോൾ NCERT മാത്സിനേക്കാൾ ഒരു 5 ടൈംസ് എങ്കിലും ഉണ്ടാകും ജെഇ മാത്സ് എന്ന് പറയുന്നത്. എന്താണ്, ആദ്യം തന്നെ ചോദിക്കാം, ജെഇയിലും മാത്സിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് നമുക്ക് പറഞ്ഞു തുടങ്ങാം വേണമെങ്കിൽ. ഇതിൽ സാർ ഫണ്ടമെന്റലി നമ്മളെ ജെഇ ആസ്പിറൻസ് ഒക്കെ ജെഇ പാസ്സായിട്ട് എത്താൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കോളേജിലാണല്ലോ. ഇപ്പൊ എഞ്ചിനീയറിംഗിൽ നമ്മൾ ശരിക്കും ചെയ്യുന്നത് എന്താ വെച്ചാൽ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യണം. ഇപ്പൊ റിയൽ വേൾഡ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുമ്പോൾ വെച്ചാൽ നമ്മളത് മാത്തമാറ്റിക്കലി മോഡലൊക്കെ ചെയ്ത് കമ്പ്യൂട്ടർ പ്രോഗ്രാംസോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ സഹായത്തോടൊക്കെ സോൾവ് ചെയ്യും, അതിന് സൊല്യൂഷൻസ് ബിൽഡ് ചെയ്യും, പിന്നെ പ്രോഡക്ട്സും ഇതൊക്കെ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അൾട്ടിമേറ്റ്ലി എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോർ ഐഡിയ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ ഐഡിയാസ് തന്നെയാണ്. ഓഫ് കോഴ്സ് ഫിസിക്സിലെ ഐഡിയാസ് ഒക്കെ അതിൽ വരുന്നുണ്ടാവും, പക്ഷെ അൾട്ടിമേറ്റ് സ്കിൽ എന്ന് പറയുന്നത് മാത്തമാറ്റിക്സ് തന്നെയാണ്. അതാണ് ഒരു കാര്യം. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ജെഇ മെയിനും ഈക്വൽ വെയിറ്റേജ് ആണ്. പക്ഷെ ജെഇ അഡ്വാൻസ് പോലുള്ള ഒരു പരീക്ഷയിലൊക്കെ വരുമ്പോൾ മാത്തമാറ്റിക്സിന് സെപ്പറേറ്റ് കട്ട് ഓഫ് ഉള്ള ഒരു സബ്ജക്റ്റ് ആണ്. അതേ മാത്രമല്ല ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ ഹൈലി മാത്തമാറ്റിക്കലാണ് സബ്ജക്റ്റുകൾ. ഫിസിക്സും കെമിസ്ട്രിയും നല്ല ഹൈലി മാത്തമാറ്റിക്കൽ ആയ ഒരു കുട്ടിക്കാണ്. ഞാൻ IIT പഠിക്കുമ്പോൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യം എന്താ വെച്ചാൽ എല്ലാവരുടെയും ഒരു അൾട്ടിമേറ്റ് സ്കില്ല് എന്ന് പറയുന്നത് ആ ഒരു പ്രോബ്ലം സോൾവിങ് സ്കില്ല് അല്ലെങ്കിൽ മാത്ത് സ്കില്ല് എന്നുള്ളതാണുള്ളത്. ഇനി അതേപോലെ തന്നെ നമ്മളുടെ കുട്ടികൾ പല ആളുകളും കീമും കുസാറ്റൊക്കെ എഴുതുന്നുണ്ടാവും. അതിലൊക്കെ നാച്ചുറലി 50% വെയിറ്റേജ് മാത്തമാറ്റിക്സിനുണ്ട്. മാത്തമാറ്റിക്സ് ആണ് ശരിക്കും എഞ്ചിനീയറിംഗ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് എന്ന് പറയുന്നത്. ഏത് കോമ്പറ്റേറ്റീവ് എക്സാം എടുത്ത സാർ കുസാറ്റ് എടുത്താലും കീം എടുത്താലും മാത്സിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. പക്ഷേ ജെഇ മെയിന് ഈക്വൽ വെയിറ്റേജ് ആണ്, പക്ഷെ കുറച്ചും കൂടെ ഡിഫിക്കൽട്ട് ആണ് കമ്പയറിംഗ് ടു കെമിസ്ട്രി ആൻഡ് ഫിസിക്സ്. ഈ ജെഇ അഡ്വാൻസിലേക്ക് വരുമ്പോൾ സാർ ഇപ്പോൾ കട്ട് ഓഫിന്റെ കാര്യം പറഞ്ഞില്ലേ, അതിനെക്കുറിച്ച് എന്താണ്? ജെഇ മെയിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈക്വൽ ആണെങ്കിൽ ജെഇ അഡ്വാൻസിലേക്ക് വരുമ്പോൾ മാത്സിന് കൂടുതൽ വെയിറ്റേജ് ഉണ്ടാവും. അല്ല, ഈക്വൽ വെയിറ്റേജ് തന്നെയാണ്, പക്ഷെ കട്ട് ഓഫ് എന്ന് പറഞ്ഞ സംഭവം അതിലുണ്ടല്ലോ. ജെഇ മെയിൻ ഇൻഡിവിജ്വൽ കട്ട് ഓഫ് ഇല്ല. അപ്പോൾ ജെഇ മെയിൻ ഒരു കുട്ടി മാത്സിൽ 0 കിട്ടിയാൽ പോലും മേ ബി അവന് മെയിൻ വഴി ക്ലിയർ ചെയ്യാനും അഡ്മിഷൻ കിട്ടാൻ. അഡ്വാൻസിലേക്ക് വരുമ്പോൾ മാത്തമാറ്റിക്സിന് മിനിമം ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യണം. അത് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞാൽ ഹൈലി മാത്തമാറ്റിക്കൽ കൂടിയായിട്ടാണ് അവർ ചോദിക്കുന്നത്. അപ്പൊ മാത്ത് സ്കില്ല് അല്ലെങ്കിൽ മാത്ത് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവുന്ന ഒരു കുട്ടിക്ക് തന്നെ ശരിക്കും ഫിസിക്സ് കെമിസ്ട്രി നല്ല രീതിയിൽ പഠിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഇന്റർ ഡിസിപ്ലിനറി സബ്ജക്റ്റ് ആണ് മാത്സ്, അതായത് എല്ലായിടത്തും ആവശ്യം വരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. പിന്നെ സാർ അത് പറഞ്ഞപ്പോൾ തന്നെയാണ് സാർ പറഞ്ഞത് ജെഇ മെയിനും ജെഇ അഡ്വാൻസും 5 ടൈംസ് ആണെന്ന് സാർ ഓൾറെഡി പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പം ഒരു +1 +2 സാധാ സ്റ്റേറ്റ് ബോർഡിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി ആണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ CBSE ബോർഡിലാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും ഓഫ് കോഴ്സ് അവരൊരു ബോർഡ് എക്സാം ലെവലിലായിരിക്കും തയ്യാറെടുത്തിട്ടുണ്ടാകും. അവരൊരു എൻട്രൻസ് എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വാസ്റ്റ് സിലബസ് ഉണ്ട് അവിടെ. അപ്പം ഒരു പെർഫെക്റ്റ് സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ പോലും മാത്സിൽ ഒരിക്കലും അതിൽ നിന്ന് മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കുന്നത്, അതിൽ നിന്ന് പുറത്തൊന്നും എന്ത് ചെയ്യുന്നുണ്ട്, മാത്സിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഈവൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോൾ ഒരു 30 എണ്ണത്തിൽ ഒരു 10 എണ്ണം ചെയ്താൽ പോലും ചിലപ്പോൾ 99% അതിന് മുകളിൽ അല്ലെ 5 എണ്ണം ചെയ്താലും ഒക്കെ വരുന്ന ഓരോ പേപ്പറുകൾ വരെ, അത്രയും ഹാർഡ് ആയിട്ടുള്ള പേപ്പറുകൾ വരെ വന്നിട്ടുണ്ട് പെർസെൻറ്റേജിലെ കാര്യം പറയുന്ന സമയത്ത്. അപ്പം എത്രത്തോളം ഡിഫിക്കൽട്ടാണ് ജെഇ മാത്സ് കമ്പയറിംഗ് ടു അവർ ബോർഡ് എക്സാമിനെ വെച്ച് നോക്കുന്ന സമയത്ത് എത്രത്തോളം ഡിഫിക്കൽട്ടാണ്, അല്ലെങ്കിൽ ആ NCERT മാത്സ് എത്രത്തോളം റെലവെന്റ് ആണ്, എത്ര പെർസെൻറ്റേജ് ആണ് റെലവെന്റ് ആയിട്ടുള്ളത്, അതിന് മുകളിൽ എത്രയിലേക്ക് അവർ ഉയരേണ്ടതുണ്ട്, അതിനെക്കുറിച്ചൊന്ന് പറയാമോ സാർ? ഇതിൽ സാർ പറഞ്ഞതുപോലെ ഏറ്റവും വലിയ ഗ്യാപ്പ് ഉള്ളത് മാത്തമാറ്റിക്സിലാണ്. അതിന് 2 കാരണമുണ്ട് സാർ. ഒന്ന്, നമ്മളുടെ മാത്തമാറ്റിക്സ് പരീക്ഷ ബോർഡ് എക്സാം എസ്പെഷ്യലി നമ്മൾ സ്റ്റേറ്റ് സിലബസ് ഒക്കെ എടുത്താൽ എക്സാംസ് എങ്ങനെ ഡിസൈൻ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ കഴിഞ്ഞൊരു പ്രീവിയസ് ഇയർ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയാൽ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ബോർഡ് എക്സാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബോർഡ് എക്സാമിന് മേ ബി ഒരു 200-300 ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായി നോക്കി പോയാൽ അങ്ങനെ നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പക്ഷേ NCERT പുസ്തകം എടുത്ത് നോക്കിയാൽ NCERT എക്സാമ്പിൾ പ്രോബ്ലം ബുക്ക് എടുത്താൽ മേ ബി ഒരു 2000-3000 ക്വസ്റ്റ്യൻസ് തന്നെ ഒരു വർഷത്തെ ബുക്കിലുണ്ടാവും.
അപ്പൊ മേ ബി ഒരു 4000 ക്വസ്റ്റ്യന് പകരം സാധാരണ കുട്ടികളെല്ലാവരും ഒരു 400 ക്വസ്റ്റ്യൻ ഒക്കെ പഠിച്ചു പോയിട്ടാണ് ബോർഡ് എക്സാമിൽ. എല്ലാവരും നല്ല കേട്ടോ, പല ആളുകളും ഫുള്ള് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പൊ നമ്മുടെ കുട്ടികളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്ന കുട്ടികളും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും മെജോറിറ്റി ആളുകൾക്ക് അതേ വേണ്ടു, കാരണം ബോർഡ് എക്സാം അവരെല്ലാവരും അതിലും ഞാൻ അവരെ കുറ്റം പറയണല്ലോ സാർ. കാര്യം നമ്മളിപ്പോ സംബന്ധിച്ചാൽ ഞാൻ അപ്പൊ കുറെ കോൺട്രവേഴ്സി പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. കാര്യം എല്ലാവരും ജെഇക്ക് പോകാനും എല്ലാവരും എഞ്ചിനീയർ ആവാൻ വേണ്ടിയല്ല, എല്ലാവരും ഈ പറഞ്ഞ പോലെ PSCക്ക് പഠിക്കാൻ പ്രൊഫഷണൽ കോഴ്സിലേക്ക് നോൺ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ച് എല്ലാവരും ചിലപ്പോൾ എല്ലാം പഠിക്കണമെന്നില്ല. പക്ഷേ ജെഇയെ സംബന്ധിച്ചിടത്തോളം അത് ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിക്കേണ്ടതാണ്, ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ ചെയ്യേണ്ടതാണ്. ഇനി രസം എന്താണെന്ന് വെച്ചാൽ ഈ ടെക്സ്റ്റ് ബുക്ക് മുഴുവൻ പഠിച്ചാൽ പോലും സിലബസ് ഇതൊക്കെ തന്നെയാണെങ്കിലും ജെഇക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളുടെ നിലവാരം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി കൂടുതലാണ്, നല്ല കൂടുതലാണ്. അതായത് അതേ സിലബസിനെ ബേസ് ചെയ്ത് അതേ കോൺസെപ്റ്റിനെ ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യനുകളുടെ ഡിഫിക്കൽറ്റി കുറച്ച് മുകളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മേ ബി ഒരു 2-3 ടൈംസ് അല്ലെങ്കിൽ 5 ടൈംസ് ഒക്കെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള, ഇപ്പൊ മേ ബി 2, 3, 4 കോൺസെപ്റ്റ് ഒക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ NCERT തന്നെയാണ് ഫൗണ്ടേഷൻ. NCERT നന്നായിട്ട് അറിയണം, പക്ഷെ അതിക്ക് മേലെ നല്ലൊരു പ്രാക്ടീസ് കൂടി കിട്ടിയാലാണ് മാത്സ് ജെഇക്ക് നന്നായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി. പിന്നെ ഞാൻ അതിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഡിഫിക്കൽട്ടി ലെവൽ നമ്മളിപ്പോൾ പറഞ്ഞെങ്കിൽ പോലും ജെഇ മെയിന് 99% സ്കോർ ചെയ്യാൻ വേണ്ടി മാത്സ് നന്നായി ഒരു സ്കോർ ചെയ്യണമെന്നില്ല എന്നൊരു ഡിസ്കഷനും കൂടെ ഒരു സൈഡിലുണ്ട് സാർ. കാര്യം എന്താ സെൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നീറ്റിൽ ഒരുപാട് കുട്ടികൾ ടോപ്പേഴ്സ് ആവാറുണ്ട്, ജെഇ മെയിൻ 99+ സ്കോർ ചെയ്യാറുണ്ട്, NIT ഉറപ്പിക്കാറുണ്ട് പലരും. അപ്പോൾ അവർ ഫിസിക്സ് കെമിസ്ട്രി മാത്രം സ്കോർ ചെയ്തിട്ടാണ്, കാര്യം അവർ മാത്സ് നോക്കാതെ ഫിസിക്സ് കെമിസ്ട്രി മാത്രം സ്കോർ ചെയ്തിട്ടാണ് അതിലേക്ക് എന്ത് ചെയ്യുന്നത് എത്തിയിട്ടുണ്ടാകുക. അപ്പം അതിനെക്കുറിച്ചുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം, എത്ര മാർക്ക് സ്കോർ ചെയ്താൽ മാത്സിൽ 99% എത്താൻ വേണ്ടി പറ്റും? ഇനി അതില്ല എങ്കിൽ ഒരാൾക്ക് അഡ്വാൻസിലേക്ക് എത്താൻ വേണ്ടി പറ്റുമോ? ഈ ഒരു ചോദ്യത്തിലേക്കാണ് നമുക്കൊന്ന്, എനിക്ക് തോന്നുന്നത് വളരെ ഒരു റെലവെന്റ് ആയിട്ടുള്ളതാണ് ഇപ്പോൾ ഈ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്. എനിക്ക് ഇത് പല ആളുകളും കുട്ടികളുടെ അടുത്ത് പറയാറുണ്ട്, ഫിസിക്സ് കെമിസ്ട്രി മാത്രം പഠിച്ചു പോയാൽ മതി, മാത്സ് നെഗ്ലക്ട് ചെയ്തോളൂ എന്ന് വരെ പറയാറുണ്ട്. സംഭവം നീറ്റ് ആസ്പിറൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട്, എന്ത് 99% എത്തുന്നുണ്ട്. പക്ഷേ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ആ കുട്ടികളെല്ലാം മാത്ത് ആപ്റ്റിറ്റ്യൂഡുള്ള കുട്ടികളാണ്. ഒന്നാമത്തെ എൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ആ ലെവലിൽ സ്കോർ ചെയ്യാൻ ഒരു മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് വേണമല്ലോ. അപ്പൊ മാത്സ് അറിയുന്ന അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഉള്ള കുട്ടികൾ തന്നെയാണ് ആ റേഞ്ചിലേക്ക് എത്തുന്നത്. അത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു 180-200 റേഞ്ചിലൊക്കെ കിട്ടിയ 99%ലേക്ക് എത്തും. അപ്പൊ നമുക്കറിയാം മാത്സിൽ ഒന്നും സ്കോർ ചെയ്തില്ലെങ്കിൽ പോലും 200 ഔട്ട് ഓഫ് 300 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 200 കിട്ടിയാൽ പല പേപ്പറുകളിലും പല ഷിഫ്റ്റുകളിലും നമുക്ക് 99 എത്താൻ പറ്റും. പക്ഷെ അത് എല്ലാ ഷിഫ്റ്റുകളിലും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ ചില ഷിഫ്റ്റ് 230 വരെ പോകുന്ന ഷിഫ്റ്റുകളുണ്ട്. അപ്പോൾ മാത്തമാറ്റിക്സിൽ എന്തായാലും ഒരു മിനിമം സ്കോറിലേക്ക് എത്തേണ്ടതുണ്ട്, നിർബന്ധമാണ്. മാത്സിലെ രസം എന്താണെന്ന് വെച്ചാൽ ഒരു 10 ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്താൽ സാറ് പറഞ്ഞ പോലെ 98 അതിന് മേലെ പെർസെൻറ്റേജിൽ മാത്തമാറ്റിക്സ് സബ്ജക്റ്റിൽ തന്നെ കിട്ടും. കാരണം അത്രയും ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ആ ലെവലിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ യൂഷ്വലി ഇപ്പോൾ ഒരു 200 മാർക്ക് സ്കോർ ചെയ്യേണ്ട കുട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 80 മാർക്ക് ഫിസിക്സും 80 മാർക്ക് കെമിസ്ട്രിയും ഒരു 40 മാർക്ക് മാത്സും ആണ് ടാർഗറ്റ് ചെയ്യേണ്ടത്. 200 ടാർഗറ്റ് ചെയ്യുന്ന കുട്ടി. അപ്പോൾ അതിനനുസരിച്ച് കൂടുതൽ പ്രപ്പോർഷണൽ ആയിട്ട് കൂടുതൽ മാർക്ക് നോക്കുന്ന കുട്ടി അങ്ങനെ തന്നെ പ്രിപ്പയർ ആണ്. അപ്പോൾ മാത്സ് ഒരു കാരണവശാലും നെഗ്ലക്ട് ചെയ്യരുത്. മാത്സിന് ശരിക്കും പ്രിപ്പറേഷന്റെ സമയത്ത് എല്ലാ ചാപ്റ്ററുകളും പഠിക്കണം. റിവിഷന്റെ സമയത്തും ഡ്യൂറിങ് ദി ആക്ച്വൽ എക്സാം മാത്രമാണ് സെലക്റ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്യാൻ പാടുള്ളൂ. അൾട്ടിമേറ്റ്ലി ഇവരെല്ലാം എഞ്ചിനീയറിംഗ് കോളേജിൽ എത്തേണ്ടതാണ്. ഇതിന് സ്ട്രോങ് മാത്ത് ഫൗണ്ടേഷൻ വേണം. ഏത് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് എടുത്താലും അതിപ്പോൾ ബയോടെക്നോളജി ആയാലും കെമിക്കൽ എഞ്ചിനീയറിംഗ് ആയാലും സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും അത് മാത്സ് ഉണ്ടാവും. മാത്സ് അറിയാതെ അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് IIT പോലത്തെ സ്ഥലത്തൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാത്ത് ആപ്റ്റിറ്റ്യൂഡ് ഉള്ള ആളുകൾക്ക് തന്നെയാണ് ഫിസിക്സിലും കെമിസ്ട്രിയിലും നാച്ചുറലി നല്ല സ്കോർ വരുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാത്സിൽ ഒരു മിനിമം മാർക്ക് വേണ്ടി വരും. എന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, റിസ്ക് ഒഴിവാക്കിയിട്ട് ഈ നല്ല പെർസെൻറ്റേജിലേക്ക് എത്താൻ സാധിക്കുള്ളൂ. പക്ഷെ ഡ്യൂറിങ് ദി ആക്ച്വൽ എക്സാം മാത്സ് ഇത്തിരി കൂടി ടൈം കൺസ്യൂമർ ആവുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കൂടുതൽ ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ശരിക്കും ഈ കുട്ടികളൊക്കെ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ടോപ്പ് സ്കോറിൽ വരുന്ന കുട്ടികളൊക്കെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫിസിക്സ് കെമിസ്ട്രി നന്നായി സ്കോർ ചെയ്ത് അവർക്ക് വേഗത്തിൽ സോൾവ് ചെയ്യാൻ പറ്റും. ഫിസിക്സ് കെമിസ്ട്രി വേഗത്തിൽ സോൾവ് ചെയ്ത് ബാക്കിയുള്ള സമയം കൂടുതൽ സമയം മാത്സിന് സ്പെൻഡ് ചെയ്യാം. മേ ബി ഒരു 1.5 മണിക്കൂറോ 2 മണിക്കൂറൊക്കെ മാത്സിന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. അതാണ് റിയാലിറ്റി. മനസ്സിലായി സാർ. സാർ അപ്പം ഈ മാത്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഒരു ഡിഫിക്കൽട്ടി ലെവലിലേക്ക് എത്തി. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെജോറിറ്റി ഒരു റിപ്പീറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം അവരിനിയിപ്പോൾ റിപ്പീറ്റിലേക്ക് കടക്കാൻ വേണ്ടി പോവാണ്. മെയ് മാസത്തിലൊക്കെ അവർ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പം ജെഇ ആകുമ്പോൾ phase 1 ഉണ്ട് phase 2 ഉണ്ട്.
ഒരർത്ഥത്തിൽ 2 ചാൻസ് കിട്ടുന്നു എന്ന് പറയാം. പക്ഷെ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ജാനുവരിയിൽ എക്സാം വരുന്നതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ അവർക്ക് 2 വർഷം തീർക്കേണ്ടതുണ്ട്. അതായത് ഡിസംബർ എന്ന് പറയുമ്പോഴത്തേക്ക് മെയ് ടു ഡിസംബർ എന്ന് പറഞ്ഞാൽ 6 മാസം സമയം കൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് റിവൈസ് ചെയ്തിട്ട് വേണം ആ phase 1 എക്സാം എഴുതാൻ വേണ്ടി. അപ്പം അത്രയും പ്രഷറിലായിരിക്കും അവർ എന്ത് ചെയ്യേണ്ടത്, മുമ്പോട്ട് വേണ്ടത്. നീറ്റിനെ സംബന്ധിച്ചിടത്തോളം മെയിലെ എക്സാം ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മെയിലേക്ക് എന്ത് ചെയ്താൽ മതി, അവർക്ക് ജാനുവരി തീർത്ത് റിവിഷൻ നടത്തി വീണ്ടും എക്സാം എഴുതിയൊക്കെ പോകാൻ സമയമുണ്ട്. അപ്പം റിപ്പീറ്റേഴ്സിനോട് ലൈക്ക് ഈ മാത്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, അതായത് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി വളരെ ഷോർട്ട് ആയിട്ടുള്ള സമയമാണല്ലോ, 2 വർഷത്തെ സിലബസ് അവർ തീർക്കണം, അതിൻ്റെ കൂടെ ഫിസിക്സും കെമിസ്ട്രിയും അവർ തീർക്കണം. അപ്പം അവിടെ അവർ സെലക്റ്റീവ് ആകണം, അതായത് അവർ ആദ്യത്തെ phase 1 മുമ്പായിട്ട് സെലക്റ്റീവ് ആകണോ, അല്ലെങ്കിൽ phase 1 മുമ്പായിട്ട് അവർ കംപ്ലീറ്റ് തീർത്തിട്ടാണോ പോകേണ്ടത്, അതിൻ്റെ ഒരു സ്ട്രാറ്റജീസ് ആണെന്ന് പറയാൻ വേണ്ടി പറ്റുമോ? സർ, നമ്മൾ ആക്ച്വലി പരീക്ഷയുടെ പ്രിപ്പറേഷൻ്റെ സമയത്തുണ്ടല്ലോ നമ്മൾ എല്ലാ ചാപ്റ്ററും പഠിക്കുന്ന വേണം. അത് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പാടില്ല. കാരണം പല കുട്ടികൾക്കും പല ചാപ്റ്റേഴ്സ് ആയിരിക്കും എളുപ്പമായിട്ട് തോന്നുന്നുണ്ടാവുക. അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എടുത്താലും ഇന്ന ചാപ്റ്ററിൽ നിന്ന് ഈസി ക്വസ്റ്റ്യൻ, ഇന്ന ചാപ്റ്റർ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വളരെ എളുപ്പമാണെന്ന് വിചാരിക്കുന്ന ചാപ്റ്ററിൽ നിന്നായിരിക്കും എന്തുണ്ടാവുക, ടഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പഠിക്കുന്ന സമയത്ത് എല്ലാ ചാപ്റ്ററുകളും പഠിക്കുന്ന വേണം. അതിനുശേഷം നമുക്ക് റിവിഷന്റെ സമയത്ത് കുട്ടികൾക്ക് മനസ്സിലാവും ഇന്ന ചാപ്റ്ററാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആ സമയത്ത് മേ ബി ഒരു 20% ഒക്കെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഒരു 80% ഒക്കെ പഠിച്ചാൽ മതി. ആക്ച്വൽ എക്സാമിന്റെ സമയത്ത് മേ ബി 50% ഓഫ് ദ പേപ്പർ അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ തന്നെ നല്ല സ്കോറിലെത്തും. പഠിക്കുന്ന സമയത്ത് 100% പഠിക്കുക, റിവിഷന്റെ സമയത്ത് മേ ബി ഒരു 80% നോക്കുക, നമ്മുടെ LMRP ഒക്കെ ആ സമയത്ത്. ആൻഡ് ഡ്യൂറിങ് ദി എക്സാം ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സെലക്റ്റീവ്ലി. അപ്പൊ നമ്മൾ വിചാരിക്കും ഇത്ര ഞാൻ പഠിച്ചല്ലോ, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ ഞാൻ സ്കിപ്പ് ചെയ്യണോ, പക്ഷെ വി ഹാവ് ടു പെയിൻഫുള്ളി ഗോ ത്രൂ ദാറ്റ് പ്രോസസ്. അത് വിഷമത്തോട് കൂടിയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ വിട്ട് കളയണം. കാരണം ചിലപ്പോൾ അത് ചെയ്യാൻ നിന്നാൽ നമ്മുടെ 10 മിനിറ്റ് പോകും. അതേസമയം കെമിസ്ട്രിയിലെ 10 ക്വസ്റ്റ്യൻ ആ നേരം കൊണ്ട് ചെയ്യാൻ പറ്റും. ഈ JEE റിപ്പീറ്റേഴ്സിലേക്ക് വരുന്ന സമയത്ത് സാറേ, മേജർലി ലൈക്ക് ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു കേരളത്തിലെ ട്രെൻഡ് അനുസരിച്ച് കുറേ കുട്ടികൾ ബയോളജി സയൻസിലേക്ക് പോവുക, ബാക്കി കുട്ടികൾ മാത്രം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. ഇനി അതിൽ മാർക്ക് കുറഞ്ഞ ആളുകളുണ്ടെങ്കിൽ അവർ ഹ്യൂമാനിറ്റീസിലേക്ക് പോകുക, അല്ലെങ്കിൽ കൊമേഴ്സിലേക്ക് പോകുക. ഈ ഒരു ട്രെൻഡായിരുന്നു. പക്ഷെ ഇപ്പം അത് ഏകദേശം മാറി വരുന്നുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്. കുട്ടികളെല്ലാവരും IIT-കളെ സ്നേഹിച്ച് IIT-കൾ പല ആളുകളും ലൈക്ക് ഇപ്പം ഗ്ലോബൽ ഹെഡ്സ് ഒക്കെ പല ഈ പറഞ്ഞ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഹെഡ്സും IITians ആണെന്നുള്ള തിരിച്ചറിവിൽ IIT ടാഗ് കിട്ടണമെന്ന ആഗ്രഹത്തിൽ പലരും കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് IIT എന്നുള്ള സ്വപ്നത്തിൽ തന്നെ IIT കൂടി വരികയാണ്. ലൈക്ക് IIT ആസ്പിറൻസിൻ്റെ എണ്ണം കൂടി വരികയാണ്. അപ്പം ഇങ്ങനെ ഈ ഒരു വരുന്ന സമയത്ത് ഇവർക്ക് പലർക്കും ബേസ് ഉണ്ടാവില്ല. ലൈക്ക് ഇപ്പോൾ +1 എത്തിക്കഴിയുമ്പോഴായിരിക്കും ചിലർ ഡിസൈഡ് ചെയ്യുക, ചിലർ 10th ക്ലാസ് തൊട്ടേ പഠിച്ചു വരുന്നവരുണ്ടാവും. അപ്പോൾ ബേസ് ഇല്ലാതെയാണ് ഇവർ ഇനിയിപ്പോൾ തുടങ്ങാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഒരു സിറ്റുവേഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റാതെ പലരും എന്ത് ചെയ്യും, ഒന്ന് ലാഗ് അടിച്ചിട്ട് അവസാനമായിരിക്കും എന്ത് ചെയ്യുക, ഇതിലേക്ക് കയറിപ്പോകും. അതായത് ഈ പറഞ്ഞ പോലെ 6 മാസം സമയമുണ്ടെന്ന് പറഞ്ഞപ്പോൾ പലരും ആദ്യത്തെ 2-3 മാസം ഒന്ന് +2-ൻ്റെ ഒരു ലാഗിൽ ഇങ്ങനെ പോയിട്ട് പിന്നെയാണ് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി തുടങ്ങുക. അങ്ങനെ പോയാൽ കിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം എന്താണ് ഇവർ ഒന്നാമത്തെ ദിവസം തൊട്ട് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ സൈലം ഹൈബ്രിഡ് സ്റ്റുഡൻ്റ് ആയിട്ട് വരുന്ന കുട്ടികളുണ്ടാകും. അതായത് ഇപ്പം സൈലത്തിനെ ഓപ്റ്റ് ചെയ്തിട്ട് സൈലത്തിലേക്ക് വരുന്ന കുട്ടികളുണ്ടാകും. അവരോട് ഒന്നാമത്തെ ദിവസം തൊട്ട് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്നും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ സാറിപ്പോൾ പറഞ്ഞു, ബോർഡ് എക്സാം പോലെയല്ല JEE എക്സാം 5 ടൈംസ് എന്താണ് മാത്സ് ഡിഫിക്കൽട്ടാണ്. അപ്പം ഈ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ ഹൈബ്രിഡിൽ നമ്മൾ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ളതെന്ന് പറയാമോ? JEE ആസ്പിറന്റ് റിപ്പീറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ടൈം തന്നെയാണ്. അപ്പൊ ഈ ടൈം എങ്ങനെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് വലിയൊരു സംഭവം. അപ്പൊ ആ ടൈം മാക്സിമം എഫിഷ്യന്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഹൈബ്രിഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഹൈബ്രിഡ് കോവിഡ് വന്നപ്പോൾ ലോകം മുഴുവൻ ഹൈബ്രിഡിലേക്ക് മാറി. പക്ഷെ നമ്മുടെ ഹൈബ്രിഡ് സാറ് ഡിസൈൻ ചെയ്ത് അത്രയും യുണീക്ക് ആയിട്ട് നമ്മൾ ടൈം ടെസ്റ്റഡ് കൂടിയാണ്. അതായത് സയന്റിഫിക് ലോകം മുഴുവൻ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു സയന്റിഫിക് മെത്തേഡ് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ടൈം ടെസ്റ്റ്. നീറ്റ് മൾട്ടിപ്പിൾ നീറ്റ് കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്ത് ഈ വർഷം DPP ഒക്കെ അത്രയും പീക്കിൽ റെസ്പോൺസ് വന്നൊരു കാര്യമാണ്. അതിനെ തന്നെയാണ് നമ്മൾ JEE അതൊന്നും ആളുകൾ ചിലപ്പോൾ അറിയാത്തവരുണ്ടാവും. JEE ഇത്തവണ മൊത്തം നമ്മൾ ഹൈബ്രിഡ് മോഡലാണ്. അപ്പൊ ആ ഹൈബ്രിഡ് മോഡൽ എങ്ങനെ നമ്മുടെ ഈ പറഞ്ഞ പോലെ ഈ പ്രോബ്ലംസിനെ സോൾവ് ചെയ്യുന്നുള്ളതാണ് സാറ് പറയുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഇപ്പൊ 6 മാസമാണ് കുട്ടിക്ക് പ്രിപ്പയർ ചെയ്യാൻ കിട്ടുന്നെങ്കിൽ ആ സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം വേണ്ടത്. ഇപ്പൊ സാധാരണ ഇപ്പൊ 6 മാസം മുഴുവൻ ഓഫ്ലൈൻ ക്ലാസ് കൊടുത്തു എന്ന് വിചാരിച്ചോ, എന്താ സംഭവിക്കാൻ പോണെന്ന് വെച്ചാൽ കുട്ടിക്ക് ആക്റ്റീവായിട്ട് ലേൺ ചെയ്യാനുള്ള സമയം ഇല്ലാണ്ട് സ്വന്തം പഠിക്കാൻ സമയം അവിടെ. ഈ 6 മാസം ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള സമയം അവിടെ. അപ്പൊ നമ്മൾ ഈ ഹൈബ്രിഡ് മോഡൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ദിവസം കുട്ടിക്ക് റെക്കോർഡ് ക്ലാസ്, അത് ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ബിറ്റ് സൈസ്ഡ് വീഡിയോ ആയിട്ട് കുട്ടിക്ക് പഠിക്കാൻ
പഠിക്കാൻ കൊടുക്കുകയാണ്. എത്ര ഓരോ ടോപ്പിക്കായിട്ട് ഇപ്പൊ ഒരു മാത്സിന്റെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിനെ വളരെ ഷോർട്ട് ടോപ്പിക്സ് ആയിട്ട് വീഡിയോസ് ആയിട്ട് എത്ര മിനിറ്റ് ഉണ്ടാവും സാർ? ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ട്രിഗ്നോമെട്രി എന്നൊരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ നമ്മളത് 8 ദിവസം കൊണ്ടാവും പഠിക്കുന്നുണ്ടാവും. 4 ദിവസം ക്ലാസ് മുറിയിലും 4 ദിവസം ആപ്പിലും ക്ലാസ് കാണുകയായിരിക്കും. അപ്പൊ ഇത് ഞാൻ ഏകദേശം ഒരു 30 വീഡിയോസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ വീഡിയോ മേ ബി 5 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെയുള്ള വീഡിയോസ്. അത് കുട്ടിക്ക് എത്ര ആക്ച്വൽ ക്ലാസ് മുറിയിലുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞാല് കുട്ടിക്ക് പോസ് ചെയ്യാൻ പറ്റില്ല. കാരണം ക്ലാസ്സിന്റെ ഒപ്പം തന്നെ കുട്ടി പോകേണ്ട വരും. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, പോസ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് എത്ര തവണ വേണമെങ്കിൽ കാണാം. ഇനി ഓൾറെഡി അറിയുന്ന കുട്ടിക്കാണെങ്കിൽ അത് 2x കാണാം, അല്ലെങ്കിൽ ആ ടോപ്പിക് ഓൾ ടുഗദർ സ്കിപ്പ് ചെയ്യാം. കാരണം കുഞ്ഞു ടോപ്പിക് ആയിട്ടാണ്. ഏത് ടോപ്പിക് വേണമെങ്കിലും ഇപ്പൊ ഞാൻ ട്രിഗ്നോമെട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് 10ാം ക്ലാസ്സിന്റെ ബേസിക്സ് തൊട്ടാണ്. 10ാം ക്ലാസ്സിലെ ബേസിക്സ് അറിയുന്ന ആ കുട്ടിക്ക് അത് സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് വേഗം പോവാം. അങ്ങനെ പേഴ്സണലൈസ്ഡ് സെൽഫ് പേസ്ഡ് ആയിട്ട്, അതും സ്വന്തം വീട്ടിൽ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ ഹോസ്റ്റലിൽ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് പഠിക്കുക എന്നുള്ളത് വലിയ അഡ്വാൻറ്റേജ്. ഇനി നെക്സ്റ്റ് ഡേ വരുമ്പോൾ ശരിക്കും സാധാരണ ഒരു ഓഫ്ലൈനിൽ എത്തുമ്പോൾ കുട്ടിക്ക് സാധാരണ ഇന്ററാക്ടിവിറ്റി കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടിക്ക് സംശയം ചോദിക്കാൻ പറ്റണമെങ്കിൽ എന്താണ്, ഒരു മിനിമം ഒരു കോൺഫിഡൻസ് വേണമല്ലോ. ഈ കോൺഫിഡൻസുമായിട്ടാണ് കുട്ടി നെക്സ്റ്റ് ഡേ ക്ലാസ്സിലേക്ക് പോകുന്നത്. കാരണം ഓൾറെഡി ടീച്ചറുമായിട്ട് ഒരു ഡൗട്ട് ചോദിക്കാനുള്ള ഒരു മിനിമം ധാരണ ഉണ്ടാക്കിയിട്ടാണ് കുട്ടി, എനിക്ക് തോന്നുന്നു ടീച്ചറോളം അറിവ് ഉണ്ടാക്കി എടുത്തിട്ടാണ് ആ ക്ലാസ്സിൽ പോയിരിക്കുന്നത്. പിന്നെ മാത്രമല്ല എനിക്ക് തോന്നുന്നു ഒരു ഹൈബ്രിഡ് സിസ്റ്റത്തില് ടീച്ചർ എവിടെ തൊട്ട് എവിടം വരെ പഠിപ്പിക്കും എന്നുള്ള കൃത്യമായ ധാരണ കുട്ടിക്ക് ഉണ്ടാകും. ഒന്ന് വേറൊരു കാര്യം, ക്ലാസ് റൂമിൽ കയറുന്നതിന് മുമ്പേ നമ്മളൊരു എക്സാമും വിടും, ഒരു മിനി ജെഇ എന്ന് പറഞ്ഞല്ലേ സാറും ഉൾപ്പെടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു മിനി ജെഇ എക്സാംസ് എല്ലാം. ഫീഡ്ബാക്ക് ലൂപ്പ് അവിടെ ഉണ്ട്. ആ ഫീഡ്ബാക്ക് ലൂപ്പിലൂടെ കുട്ടി കടന്നു പോകുന്നുണ്ട്, എവിടെ നിൽക്കുന്നു കൃത്യമായിട്ട് അറിയാം. ഓഫ്ലൈൻ ക്ലാസ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ററാക്ടിവിറ്റിയാണ്. ആ ഇന്ററാക്ടിവിറ്റി നടക്കണമെങ്കിൽ കുട്ടിക്ക് ഒരു മിനിമം ധാരണയോ കോൺഫിഡൻസോ ഉണ്ടാവണം. ആ കോൺഫിഡൻസ് ഇതിൽ കൂടെ വരിക. ഇപ്പൊ കോൺഫിഡന്റ് ആയിട്ടാണ് കുട്ടി ക്ലാസ്സിലേക്ക് പോകുന്നത്. പിന്നെ കുട്ടിക്ക് എന്ത് ചെയ്യാം, ഡൗട്ട് ചോദിക്കാം. ആ അഡീഷണൽ പ്രോബ്ലം സോൾവിംഗ് ആണ് ക്ലാസ്സിൽ നടക്കുന്നത്. അപ്പൊ ശരിക്കും ഒരേ ടോപ്പിക്ക് 3 തവണ കുട്ടി കടന്നു പോകുന്നുണ്ട്. ആക്ച്വലി ക്ലാസ് വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ഹോസ്റ്റലിലിരുന്ന് റെക്കോർഡ് ക്ലാസ് കണ്ട് ബുക്ക്ലെറ്റിൽ വർക്ക്ഔട്ട് ഒക്കെ ചെയ്ത് അതിനുശേഷം എക്സാം ഒക്കെ എഴുതി അപ്പോഴും വീണ്ടും റീകോൾ ചെയ്ത് പിന്നെ അതിനുശേഷം അഡീഷണൽ പ്രോബ്ലം സോൾവിംഗിൽ കൂടെ പോവുകയാണ് ഓഫ്ലൈൻ ക്ലാസ്. വീണ്ടും സാറ് വന്ന് തിയറി പറഞ്ഞു, വീണ്ടും വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് അവരെ ചെയ്യിപ്പിക്കുകയാണ്. സത്യത്തില് നമ്മളിപ്പം എല്ലാവരോടും പറയും, ഇപ്പം ഫോർഗട്ടൺ കർവൊക്കെ ഒരു സയൻസ് പരമായി നോക്കിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു 9 hours 10 hours ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ 80% നമ്മൾ മറന്നു പോകും. പിന്നെ 20% ഉണ്ടാവും. പിന്നെ റിവൈസ് ചെയ്യുമ്പോഴാണ് വീണ്ടും ഇത് 100% ആകുക. അപ്പോൾ വിത്തിൻ 24 hours വീണ്ടും ഒരു 2 റിവിഷൻ ഇവിടെ എന്ത് ചെയ്യാണ് സാർ നടക്കുകയാണ്. പിന്നെ മന്ത് എൻഡ് ആകുമ്പോഴത്തേക്ക് വീക്കെൻഡിൽ നമ്മൾ ചാപ്റ്റർ വൈസ് എക്സാമും ഈ പറഞ്ഞ മന്ത് എൻഡ് ആകുമ്പോൾ GIB വരുമ്പോൾ വീണ്ടും റീകോളിംഗ് ആ ചാപ്റ്ററിനെ നടത്തുകയാണ്. ആ ഒരു പ്രോസസ്സിലാണ് നമ്മൾ നീറ്റിനെ അത് ഡിസൈൻ ചെയ്തിട്ടുള്ള. ഈ വർഷം തൊട്ട് ജെഇയും അതേ. മാത്സിൽ നമ്മൾ കുട്ടികളുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്തിട്ട് സ്പെസിഫിക്കലി കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, ഒന്ന് ഇവർക്ക് NCERT മുഴുവൻ കവർ ചെയ്യാൻ സാധ്യതയില്ല എന്നതുകൊണ്ട് നമ്മൾ NCERTന്റെ ബേസിക്സ് ലെവൽ തൊട്ടാണ് പഠിപ്പിക്കുന്നത്. വീഡിയോസ് ആയാലും നമ്മളുടെ DPP മെറ്റീരിയൽ ഒക്കെ ആയാലും എന്താണ്, NCERTന്റെ ബേസിക്സ്, NCERT ബുക്കിലെ ക്വസ്റ്റ്യൻസും എക്സാമ്പിൾ പ്രോബ്ലം ബുക്കിലെ ക്വസ്റ്റ്യൻസും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ക്ലാസ്സസ് ആയാലും ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മാത്സ് മാസ്റ്റർ ചെയ്യണമെങ്കിൽ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്യണം. അപ്പൊ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏകദേശം ഒരു 5000 ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ മെറ്റീരിയൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ആ ക്ലാസ് മുറിയിലും ആപ്പിലുമായിട്ട് കുട്ടി മോർ ദാൻ 5000 ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യനുകൾ NCERT ലെവൽ മുതൽ ഈവൻ കീം ജെഇ അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പൊ അത്ര അടിപൊളി സംഭവം. അപ്പൊ ഇത് തന്നെ നോക്കിയാൽ ഗ്യാരണ്ടി 99% മാത്സിൽ കിട്ടുമെന്നുള്ളത് യാതൊരു സംശയമില്ല. അങ്ങനെ അത്രമാത്രം ക്വസ്റ്റ്യനിൽ കൂടെ കുട്ടി കടന്നു പോകും. മൂന്നാമതൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സമയം കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ട് മാത്സിന് 50% അഡീഷണൽ ടൈം ഓഫ്ലൈൻ ക്ലാസ്സിൽ ഡെഡിക്കേറ്റ് ചെയ്യാൻ ചെയ്യുന്നുണ്ട്. 3 hours നമ്മൾ ഈ പറഞ്ഞ നോർമൽ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഫിസിക്സും കെമിസ്ട്രിയേക്കാൾ കൂടുതൽ സമയം നമ്മൾ മാത്സിനാണ് ഓഫ്ലൈൻ. അപ്പൊ അൾട്ടിമേറ്റ്ലി നമ്മളൊരു പ്രോഗ്രാമിൽ കൂടെ കടന്നു പോകുന്ന കുട്ടിക്ക് നമ്മൾ ഈ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്ത മാത്സിന്റെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തത്. നമ്മളത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി അവർ എത്രത്തോളം അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ സാറ് പറഞ്ഞ ഒരു പ്രോസസ്സിൽ ഈ ഹൈബ്രിഡ് പ്രോഗ്രാമിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി ആക്റ്റീവായിട്ട് പഠിക്കുന്നു, അവൻ മെറ്റീരിയലിൽ അത് വർക്ക് ചെയ്യുന്നു, അവൻ കൃത്യമായി അതെന്ത് ചെയ്യുന്നു, ടോപ്പിക്ക് പഠിച്ച് ചോദ്യം വീഡിയോ ക്ലാസ് കണ്ട് അത് കൃത്യമായി എന്ത് ചെയ്യുന്നു. സാറ് തന്നെയാണ് മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സും എടുക്കുന്നത്. അതുകൊണ്ട് സാറിന്റെ ക്ലാസ് കണ്ട് പഠിച്ച് ചോദ്യം ചെയ്ത് മനസ്സിലാക്കി ആ ടോപ്പിക്ക് ക്ലിയർ ആക്കിയിട്ട് ഡേ 1 4 ടോപ്പിക്കിലെ 3 ടോപ്പിക്കെങ്കിൽ 3 ടോപ്പിക്ക് പഠിച്ചിട്ടായിരിക്കും രാവിലെ വരുന്നു, എക്സാം എഴുതുന്നു. എക്സാം എഴുതി കഴിഞ്ഞാൽ നേരെ ആ എക്സാമും എഴുതി അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കിട്ടി. എക്സാം എന്ന് പറഞ്ഞ ഒരു മിനി ജെഇ ആണ്. അതായത് നോർമൽ MCQ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതിൽ ന്യൂമറിക്കൽ പ്രോബ്ലം ഉണ്ട്.
എല്ലാ ദിവസവും അവർക്ക് നോർമൽ ക്വസ്റ്റ്യൻസും ന്യൂമറിക്കൽ പ്രോബ്ലവും അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നു. അപ്പോൾ അവന് സ്വന്തം ഫീഡ്ബാക്ക് കിട്ടി, ഞാൻ പഠിച്ചതിൽ നിന്ന് എന്തൊക്കെ അവന് എഴുതാൻ പറ്റുന്നുണ്ടെന്നുള്ള ഈ സംശയങ്ങളൊക്കെ ആയിട്ടാണ് ഓഫ്ലൈൻ ക്ലാസ്സിൽ കയറുന്നത്. സാറ് വീണ്ടും പഠിപ്പിക്കുന്നു, ഓഫ്ലൈൻ ക്ലാസ്സിനകത്ത് ഓഫ്ലൈൻ ഫാക്കൾട്ടി വീണ്ടും പഠിപ്പിക്കുന്നു, സംശയങ്ങളൊക്കെ അവിടെ ചോദിക്കാം. അതേപോലെ തന്നെ അവൻ എന്ത് ചെയ്യുന്നു, കൂടുതൽ വേറെ വ്യത്യസ്തമായ ചോദ്യങ്ങൾ അതിൽ നിന്ന് ആ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ളത് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ആ ടോപ്പിക്ക് പക്ക ക്ലിയർ ആവും. അതെ, ഒരു 45 ഡേയ്സ് മുന്നേ തന്നെ നമ്മൾ പോർഷൻസ് തീർത്തിട്ടുണ്ടാവും. ഒരു ഡിസംബർ 10 കൂടിയൊക്കെ പോർഷൻസ് തീർത്തിട്ടുണ്ടാവും. രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാല് ഇത് കൃത്യമായിട്ടുള്ള പ്ലാൻ അവർക്കുണ്ട്. അതായത് കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഓരോ മിനിറ്റും എങ്ങനെയാണ്, ഇപ്പൊ ഇന്ന് എന്ത് ക്ലാസ് കാണണം, എന്ത് പ്രോബ്ലം ചെയ്യണമെന്ന് വരെ അവർക്ക് അഡ്വാൻസ് ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല, മെന്റൽ ബ്ലോക്കുകളൊന്നുമില്ല. നമ്മൾ പറയണത് എന്താ, അത് കൃത്യമായിട്ട് ഒബേ ചെയ്ത് പോകാൻ മാത്രമേ വേണ്ടൂ. അതിൽ അവരുടെ സമയം എന്ന് പറഞ്ഞ കാര്യത്തിനെ സേവ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ബുക്കിൽ എഴുതാമെന്ന് നമുക്ക് പറയാം അവരോട്. പക്ഷേ ഞാൻ ചിന്തിച്ചിരുന്ന വെച്ചാൽ നമുക്ക് പ്രിന്റിംഗ് കോസ്റ്റ് കൂടും, പക്ഷെ കോസ്റ്റ് കൂടിയാലും കുഴപ്പമില്ല സാർ. ഒരു മെറ്റീരിയൽ ഞാൻ മനസ്സിലാക്കിയത് അവരവരുടെ എഴുതുന്ന സമയത്ത് അവരുടെയും കൂടി ആകും ആ മെറ്റീരിയൽ. അതായത് അവരും കൂടെ അതിനകത്തൊരു കോൺട്രിബ്യൂഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അത് അവർക്ക് അവരുടെയും കൂടി ആയിട്ട് എന്ത് ചെയ്യണം, ഫീൽ ചെയ്യണം എന്നുള്ള രീതിയിലാണ് അങ്ങനെ സ്പേസ് കൊടുത്താണ്. അപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹൈബ്രിഡ് മെറ്റീരിയൽ അല്ല എന്ന് ജയിക്കും, പക്ഷേ ഇത്തവണ നമ്മൾ ഹൈബ്രിഡ് ആക്കി, ഇൻക്ലൂഡിങ് മാത്സ് ഉൾപ്പെടെ നമ്മൾ എന്താക്കി ഹൈബ്രിഡ്. ഈ മാത്സിൽ ഹൈബ്രിഡ് മെറ്റീരിയൽ നമ്മൾ ഈ പറഞ്ഞ DPP കൊണ്ടുവരുമ്പോൾ എന്തൊക്കെയാണ് സാർ അതിനകത്ത് പോസിറ്റീവായിട്ട് കാണുന്നത്, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഒന്ന് അതിനെക്കുറിച്ച് പറയാമോ? ഒന്ന്, നമ്മളെ മെറ്റീരിയൽ സാർ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ കുറേ ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണമെന്ന് കുട്ടിക്ക് കറക്റ്റ് ഗൈഡൻസ് ഉണ്ട്, പ്രിന്റഡ് ആയിട്ട് കിട്ടുന്നു. അതും അത്രയും ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ള സംഭവം. സാർ പറഞ്ഞ പോലെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ കുട്ടി ക്ലാസ് കാണുന്നതിനൊപ്പം തന്നെ വർക്ക്ഔട്ട് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ അതിൽ കൊടുത്തിരിക്കുക. പ്രിന്റഡ് മെറ്റീരിയൽ, കളർഫുൾ മെറ്റീരിയൽ കൊടുത്തിരിക്കുക. എല്ലാ ഫോർമുലകളും ലാസ്റ്റ് മിനിറ്റ് റിവിഷന് വേണ്ട ഫോർമുലകളൊക്കെ ബോക്സിലാക്കിയിട്ട് നമ്മുടെ മെറ്റീരിയൽ കൃത്യമായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എവിടേക്കാണ് ഷോർട്ട് കട്ടുകൾ വേണ്ട, ആ ഷോർട്ട് കട്ടുകൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വീഡിയോ ക്ലാസ്സിലും നമ്മൾ ഷോർട്ട് കട്ട്, ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ തവണ വരുമ്പോൾ അതിൽ പാറ്റേൺസ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ പാറ്റേൺ ഉള്ള ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ഒരുമിച്ചാക്കി അത് ഷോർട്ട് കട്ടുകളാക്കി മാറ്റി. അപ്പോൾ ബ്രാൻഡ് ന്യൂ ഷോർട്ട് കട്ട്സ്, അവർ വേറെ എവിടെയും കാണാത്ത ഷോർട്ട് കട്ട്സുകൾ ഉൾപ്പെടെ നമ്മൾ ഈ മെറ്റീരിയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഇപ്പോഴും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, മറ്റുള്ളവർ ചെയ്യുന്നതിനേക്കാളും ഒരു 3, 4, 5 ഇരട്ടി ക്വസ്റ്റ്യൻസ് നമ്മൾ എന്തായാലും ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാവും. അത് ഗ്യാരണ്ടി പറയാം. ആര് ചെയ്യുന്നതിന്, കേരളത്തിൽ ആര് ചെയ്യുന്നതിനേക്കാളും ഒരു 3 or 4 or 5 ടൈംസ് ക്വസ്റ്റ്യൻസ് നമ്മൾ മൊത്തം മെറ്റീരിയൽ കുട്ടികൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ ക്വസ്റ്റ്യൻസ് കണ്ടാൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 99% എത്താൻ പറ്റും. ആ ക്വസ്റ്റ്യനുകൾ ബേസിക് ലെവൽ തൊട്ട് NCERT മുഴുവൻ കവർ ചെയ്യുന്നത് മുതൽ അഡ്വാൻസ് ലെവൽ വരെയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പം NCERT ഉണ്ട്, NCERT എക്സാമ്പിൾ പ്രോബ്ലം ബുക്ക് ഉണ്ട്, കീമിലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, JEE മെയിൻ ഉണ്ട്. ചില സ്ഥലത്ത് JEE അഡ്വാൻസിന് വേണ്ട. ഇപ്പം JEE അഡ്വാൻസിലെ ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്തിട്ട് കീമിനും JEE മെയിനും ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ചോദിച്ചിട്ടുണ്ട്. ഒരു കുട്ടി റിവൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം പഠിച്ചപ്പോൾ ചിലപ്പോൾ 5-6 ബുക്ക് വെച്ചിട്ടായിരിക്കും പഠിച്ചിട്ടുണ്ടാകാതെ. ഒരു റിവൈസ് ചെയ്യുന്ന സമയത്ത് ഈ 5-6 ബുക്ക് ഒരുമിച്ച് അവർക്ക് അതേപോലെ വെച്ച് വീണ്ടും റിവൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാകും. ആ സമയത്താണ് ഈ DPP എന്ന് പറഞ്ഞ, നമ്മളെന്ന് പറയുന്ന ഒരു DPP ഉണ്ടാക്കുന്ന സമയത്ത് ഒരു 10 ബുക്ക് റെഫർ ചെയ്തിട്ടുണ്ടാകും. അതിൽ നിന്ന് ഏറ്റവും വേണ്ട കാര്യങ്ങൾ ചേർത്തിട്ടാകും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ചാപ്റ്ററിന് ഒരു ബുക്കിലിട്ട്. അപ്പം റിവിഷൻ സമയത്താണ് എനിക്ക് തോന്നുന്നു അവിടെ ഏറ്റവും മെയിൻ പെയിൻ പോയിന്റ് ഉള്ള ഒരു സ്ഥലം. അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്, ഈ DPP വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടി ഉണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും മെയിൻ കാര്യം. അപ്പൊ നമ്മൾ സ്റ്റുഡന്റ് പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ച് ആറ്റി കുറുക്കി എടുത്ത കണ്ടന്റ് ആണ് അവർക്ക് കൊടുക്കുന്നത്. എന്ത് വേണം എന്നുള്ളതോ എന്ത് വേണ്ടാത്തതൊന്നും അതിലില്ല, വേണ്ടതെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമാണ് അവരെ കയ്യിലേക്ക് പ്രിന്റഡ് ഫോമിലായിട്ടും ആപ്പിൽ ഡിജിറ്റൽ ഫോമിലായിട്ടും ഒക്കെ അവർക്ക് കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇതിൽ ഏറ്റവും ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും ഇതിൽ കിട്ടുന്നത്. ഇത് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യമാണ്. ആ രീതിയിൽ തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഇവർക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എങ്ങനെയാണ് ഒരു ചാപ്റ്ററിൻ്റെ DPP എന്നൊക്കെ ഉള്ളത് നമുക്ക് സ്റ്റുഡിയോയിൽ നിന്ന് വേണമെങ്കിൽ ഇവർക്ക് എടുത്ത് എന്ത് ചെയ്യാമെന്ന് കാണിച്ചു കൊടുക്കാൻ തോന്നുന്നു കുറച്ച് കഴിയുമ്പോൾ. അതായത് അടുത്തൊരു വീഡിയോയിൽ നമുക്കത് ചെയ്ത് കൊടുക്കണം അവർക്ക്. അതുപോലെ തന്നെ മക്കളെ, നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ടോട്ടലി ഈ പറഞ്ഞ പോലെ മാത്സിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ മാത്സിൽ നമ്മൾ സൈലം എന്തൊക്കെയാണ് അതിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണ് മാത്സിൻ്റെ ഡിഫറൻസ് എന്നുള്ളത്. ഇനി നമുക്ക് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിൽ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അതായത് +2 JEE എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ റിപ്പീറ്റർ JEE എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, റിപ്പീറ്റേഴ്സ് കുറിച്ച് JEE മെയിൻ, മാത്സിന് അപ്പുറത്തേക്ക് JEE മെയിനെ കുറിച്ച് എന്തൊക്കെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയാം. ആ ടോപ്പിക്കിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡിസ്കഷൻസ് വരും ദിവസങ്ങളിൽ വെക്കുകയാണ്. അപ്പോൾ സാർ, മാത്സിനെ കുറിച്ച് എനിക്ക് തോന്നുന്നു കുറെ കാര്യങ്ങൾ സാർ ഇനി എന്തെങ്കിലും കൂടെ അതിനകത്തേക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്തിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ അത്രമാത്രം എഫേർട്ട് എടുത്തിട്ട്, അതായത് ഒരു ലാർജ് നമ്പർ ഓഫ് ടീം
ടീച്ചേഴ്സ് ആയാലും ഇതിന്റെ സബ്ജക്ട് എക്സ്പേർട്സ് ഒക്കെ ഇതിന്റെ പിറകിൽ വർക്ക് ചെയ്തിട്ട് നമ്മൾ അടിപൊളി ബ്രാൻഡ് ന്യൂ മെറ്റീരിയൽസ്, മാത്സിൽ മാത്രമല്ല എല്ലാ സബ്ജക്റ്റിലും ഏറ്റവും അപ് ടു ഡേറ്റ് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള മെറ്റീരിയലാണ് വരാൻ പോകുന്നത്. അപ്പോൾ ആ മെറ്റീരിയലിന് പുറമെ ഇതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ഗൈഡൻസും അതിനുള്ള സ്ട്രാറ്റജിയും കൂടെ കൊടുക്കാൻ പോകണം. അപ്പൊ അങ്ങനത്തെ ഒരു സൊല്യൂഷനാണ്, അൾട്ടിമേറ്റ് സൊല്യൂഷനാണ് നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഐ എം എക്സ്ട്രീംലി ഹാപ്പി അബൌട്ട് ദിസ്. അപ്പോൾ ഈ സാധനത്തിൽ ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രയും ഒരു പ്ലസന്റ് എക്സ്പീരിയൻസ് തന്നെയായിരിക്കും കുട്ടികളെ കാത്തിരിക്കുന്നുണ്ടാവുക. ഓഫ് കോഴ്സ് സാധാരണഗതിയിൽ റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആണ്. ആ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസിനെ ഇത്രയും കൂടി പ്ലസന്റ് ആയിട്ട് അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മാക്സിമം സമയം അവരെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ നമ്മൾ ചെയ്യണം. കുട്ടികൾ മോട്ടിവേറ്റഡ് ആയി വരിക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി വി വിൽ ടേക്ക് കെയർ. താങ്ക് യു സർ, താങ്ക് യു.